നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പല തെറ്റുകളും മനുഷ്യർ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. വീടുകളിൽ എല്ലാവരും നിലവിളക്ക് കൊളുത്താറുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നതിന് പകരമായിട്ട് ചിലരൊക്കെ തൂക്കുവിളക്ക് തൂക്കിയിടാറുണ്ട്. അത്തരത്തിൽ തൂക്കുവിളക്ക് കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങളും പലരും ചോദിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിളക്ക് വീട്ടിൽ കൊളുത്തുന്നത് വളരെ ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും. ഒരു നിലവിളക്കിന്റെ മുകൾ ഭാഗം, മധ്യഭാഗം, അടിഭാഗം എന്നിങ്ങനെ ഓരോ ദേവതകൾക്കും പറഞ്ഞിട്ടുണ്ട്. ഏത് വസ്തുവായാലും നമ്മളുടെ ഭാരതീയ ശാസ്ത്രപ്രകാരം, ഹൈന്ദവ ശാസ്ത്രപ്രകാരം ത്രിമൂർത്തി ഭാവത്തെയാണ് സങ്കല്പിക്കുന്നത്. അതുതന്നെ നിലവിളക്കിലായാലും അപ്രകാരം തന്നെ നിർണയിക്കേണ്ടതാണ്. അതായത് മൂലതേ ബ്രഹ്മരൂപായ, മധ്യതേ വിഷ്ണുരൂപിണി, അഗ്രത ശിവരൂപായ എന്ന തത്വത്തെ നമുക്ക് നിലവിളക്കിലും ആരോപിക്കാവുന്നതാണ്. അപ്രകാരം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവും, മധ്യത്തിൽ വിഷ്ണുവും, അഗ്രത്തിൽ ശിവഭഗവാനുമാണ്. ഒരു ഗൃഹത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ നിറയുവാനാണ് നാം നിത്യം നിലവിളക്ക് കൊളുത്തുന്നത്. നിലവിളക്ക് കൊളുത്തുന്ന തിരി എത്ര വേണം, നിലവിളക്ക് കൊളുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിലവിളക്ക് വീടുകളിൽ കൊളുത്തുന്നത് അത്യുത്തമമാണ്. എല്ലാ ഐശ്വര്യത്തിനും അത് സഹായിക്കും. നിലവിളക്കിന് 3 ഭാഗങ്ങളെ 3 ദേവതകൾക്ക്, ത്രിമൂർത്തികൾക്കായിട്ട് സങ്കല്പിച്ച് കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ആ ദീപനാളത്തെ ലക്ഷ്മി ദേവിയായിട്ടും, പ്രകാശത്തെ സരസ്വതി ദേവിയായിട്ടും, ആ നാളത്തിന്റെ ചൂടിനെ പാർവതി ദേവിയായിട്ടും നാം സങ്കല്പിച്ച് പ്രതിനിധീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും വേണം ഈ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത്. എന്നാൽ ദേവതാ സാന്നിധ്യം ഇല്ലാതെ, അല്ലെങ്കിൽ ഉപാസന രൂപമില്ലാതെ കൊളുത്തുന്ന അലങ്കാര വിളക്ക് മാത്രമാണ് തൂക്കുവിളക്ക്. അതുകൊണ്ട് തന്നെ നിലവിളക്കിന് പകരം ഒരു കാരണവശാലും തൂക്കുവിളക്ക് ഉപയോഗിക്കാൻ പാടില്ല. പഴയ കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് തൂക്കുവിളക്കായിരുന്നു വിളക്ക്, അതായത് വെളിച്ചം കാണാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. തൂക്കുവിളക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ശിരസിലും മറ്റും തട്ടാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അപകടങ്ങൾ ഉണ്ടാകാൻ അതുവഴി സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൂക്കുവിളക്ക് വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കുവാൻ. എന്നാൽ തൂക്കുവിളക്ക് ഒരു ഗ്രഹത്തിലായാലും തൂക്കിയിടാൻ പാടില്ല എന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ ആ തൂക്കിയിടുമ്പോഴും വളരെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭവനത്തിൽ അലങ്കാരത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ തൂക്കുവിളക്ക് തൂക്കാം. എന്നിരുന്നാലും അപ്രകാരം തൂക്കുവിളക്ക് ഉപയോഗിക്കുമ്പോൾ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തിയതിനു ശേഷമായിരിക്കണം തൂക്കുവിളക്ക് ഗൃഹത്തിൽ അലങ്കാരത്തിനായിട്ട് തൂക്കിയിടേണ്ടത്. ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റുമായിട്ടും വിഗ്രഹത്തിന് മുൻവശത്തും ഒക്കെ പ്രഭ കൂട്ടുന്നതിനും അലങ്കാരത്തിനും ഒക്കെ ആയിട്ട് തൂക്കുവിളക്ക് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ക്ഷേത്രത്തിലായാലും ഗൃഹത്തിലായാലും തൂക്കുവിളക്ക് ഉപയോഗിക്കുമ്പോൾ നിലവിളക്ക് ഒരുക്കി കത്തിച്ച് 5 തിരിയിട്ട് അത് കൊളുത്തിയതിനു ശേഷമായിരിക്കണം തൂക്കുവിളക്ക് കൊളുത്തേണ്ടത്. തൂക്കുവിളക്ക് മൂലം അപകടങ്ങളും ശിരസിൽ അത് തട്ടാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ്. നിലവിളക്ക് കൊളുത്താതെ ഒരു കാരണവശാലും തൂക്കുവിളക്ക് ഉപയോഗിക്കാൻ ഗ്രഹത്തിൽ വിധിയില്ല. ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല ഹൈന്ദവ ആചാര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.